വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എലിശ്ശേരിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ പയറും മത്തങ്ങയും വെച്ചാണ് ഞാൻ എലിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഒരു ഗ്ലാസ് പയർ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 300 ഗ്രാം മത്തങ്ങയും കൂടി കഴുകി കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടത് തേങ്ങ വേണം, ഒരു കഷ്ണം വെളുത്തുള്ളി വേണം, ജീരകം വേണം, അതുപോലെ കുരുമുളക്. നമുക്ക് ഇനി പയർ വേവിച്ചെടുക്കാം. പയർ കുക്കറിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് നമുക്ക് 2 വിസിൽ അടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുക്കറിൽ പയർ വെന്തു. ഞാൻ ആ പയർ ഈ പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ മത്തങ്ങയും കൂടി അതിലിട്ടു. ഇനി അതിലേക്ക് 1 സ്പൂണ് മുളകും പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് ഈ മത്തങ്ങയും പയറും കൂടി ഒരുമിച്ചിട്ട് വേവിക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ച തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ നമ്മൾ നല്ല പേസ്റ്റ് പോലെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം. നമുക്ക് മത്തങ്ങ ഇനി കുറച്ചും കൂടി വേവാനുണ്ട്. നമുക്ക് മത്തങ്ങ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ അരച്ച് അരപ്പതിലേക്ക് ഒഴിക്കാം. മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് അരച്ചത് ഒഴിക്കാം. അരപ്പ് അതിലേക്ക് അയച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ തേങ്ങയുടെ ആ ഒരു പച്ച കുത്ത് മാറുന്ന വരെ നമുക്കിത് വേവിക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ തരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു തരി ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനൊരു കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. അതിഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഞങ്ങൾ ശർക്കര ചേർക്കാറുണ്ട്, അതുകൊണ്ട് ഞാനൊരു കുറച്ച് ശർക്കര ചേർക്കാറുണ്ട്. മത്തങ്ങയും പയറും എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു താളിപ്പ് ഉണ്ടാക്കി ഇതിലേക്ക് ഒഴിക്കാം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇടാം. അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇടാം. കടുക് നന്നായി പൊട്ടി. ഇനി അതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം. ഉള്ളി ഒരുവിധം മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകിയത് കുറച്ച് വറുത്തെടുക്കാം. നല്ല
ബ്രൗൺ കളറാവുന്ന വരെ വറുത്തിട്ട് വേണം നമുക്കതിലേക്ക് ഒഴിക്കാനായിട്ട്. അങ്ങനെ തേങ്ങ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. നമുക്ക് മത്തങ്ങയിലേക്ക് ഒഴിക്കാം. അങ്ങനെ മത്തങ്ങയും പയറും എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.